ഹലോ, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IG2 പാർട്ട് 3 ആൻഡ് പാർട്ട് 4 എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണം. ദെൻ അതിനുശേഷം പാർട്ട് 3 ആൻഡ് പാർട്ട് 4 എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഞാൻ നിങ്ങൾക്ക് നിബോഷ് IG2യുടെ ടെംപ്ലേറ്റ് കാണിച്ചു തരാം. ഇതാണ് പാർട്ട് 3 ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഇവിടെയും ഒരു വേർഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര വേർഡ് വേണം എന്നുള്ളത്. ബട്ട് നിങ്ങളത് ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങളതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, എത്ര വേർഡ് ആയാലും കുഴപ്പമില്ല. പാർട്ട് 2-ൽ നിങ്ങൾ റിസ്ക് അസസ്മെന്റ് ടാബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിസ്ക് അസസ്മെന്റ് ടാബിളിൽ ഡിഫറെൻറ്റ് ഹസാർഡ്സുകൾ 12ഓളം ഹസാർഡ്സുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഈ പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്യുന്നത്. പാർട്ട് 3ക്ക് ആദ്യം ഒരു പാർട്ട് ഉണ്ട്, അത് മോറൽ, ജനറൽ ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ്സ് നടത്തേണ്ട ഭാഗമാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ റിസ്ക് അസസ്മെന്റ് ടാബിളിൽ ഒരുപാട് ഫർദർ കൺട്രോൾസുകൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരു ഏവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹസാർഡിന് നിങ്ങളൊരു 6 or 7 ഫർദർ കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളൊരു 12 ഹസാർഡ്സുകൾ റിസ്ക് അസസ്മെന്റ് ടേബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഹൺഡ്രഡ്സിൻ്റെ അടുത്ത് ഫർദർ കൺട്രോൾസുകൾ ഉണ്ട്. ഈ 100ഓളം ഫർദർ കൺട്രോൾസുകൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന ഭാഗമാണത്. എന്തിനാ ഈ ഫർദർ കൺട്രോൾസ് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഒരു മോറൽ റീസൺ ഉണ്ട് അതിന് പിന്നിൽ. അങ്ങനെ നിങ്ങൾ മോറൽ ആർഗ്യുമെന്റ് നടത്തണം. എന്താണ് മോറൽ ആർഗ്യുമെന്റ്? നിങ്ങൾക്കറിയാം, നമ്മുടെ കമ്പനി ABC പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനിയിൽ ഒരുപാട് വർക്കേഴ്സ് ജോലിക്കായിട്ട് വരുന്നത് അവർക്ക് സമ്പാദിക്കാനാണ്. അവരുടെ ഫാമിലിയെ, അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ ഡിപ്പെൻഡൻസിനെ അവർക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് സമ്പാദിക്കാനാണ് അവർ വരുന്നത്. അതേസമയം നമ്മുടെ വർക്ക് സൈറ്റിൽ വന്നു അവർക്കൊരു ഇൽ ഹെൽത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഇഞ്ചുറി, ഇൽ ഹെൽത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല ഇത് സഫർ ചെയ്യാൻ പോകുന്നത്, അവരും അവരുടെ ഡിപ്പെൻഡൻസും അവരുടെ ഫ്രണ്ട്സും എല്ലാം ഈ ഒരു കാരണം കൊണ്ട് സഫർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇതൊരിക്കലും നമുക്കൊരു ഹ്യൂമാനിറ്റി പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് മോറലി അൺആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പറയും. അതുകൊണ്ട് നമുക്ക് വർക്ക് പ്ലേസിൽ ഞാൻ ഈ പറഞ്ഞ ഫർദർ കൺട്രോൾസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ രൂപത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. മോറൽ ആർഗ്യുമെന്റ് വേറെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. മോറൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു മോറൽ ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. എംപ്ലോയർ ഹാസ് എ മോറൽ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഓൾ ദെയർ വർക്കേഴ്സ്. ദെൻ അടുത്തത് ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് നടത്തണം. ഈ ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞതും സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞതും രണ്ട് കാര്യങ്ങളാണ്. ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഏകദേശം 100ഓളം ഫർദർ കൺട്രോൾസുകൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് നടത്തുന്നു ലീഗലി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ഇപ്പോൾ കൺവെൻഷൻ 155, റെക്കമെൻഡേഷൻ 164, ഇവകളൊക്കെ ഏതൊരു ടൈപ്പ് ഓഫ് വർക്ക് പ്ലേസിലെയും നിങ്ങൾ ഇത്രയും ഡ്യൂട്ടീസ് ചെയ്യണം, എംപ്ലോയർ ഇത്ര ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സുകൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ലീഗൽ ഡ്യൂട്ടി. നിങ്ങൾ ഒരിക്കലും കൺട്രി ലോ എഴുതരുത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു രാജ്യത്തിന്റെ കൺട്രി ലോയും നമ്മൾ പഠിക്കുന്നില്ല. IGC സിലബസിൽ എന്താണോ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. പിന്നെ ഈ ഇന്ത്യൻ കമ്പനിയാണ് നിങ്ങൾ എഴുതിയത്, ഇന്ത്യൻ കൺട്രി ലോ എഴുതിയാൽ ഒരിക്കലും എഴുതരുതെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എഴുതാം. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ ILOയുടെ ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും അവരുടെ രാജ്യത്തിന്റെ നിയമം ഫോളോ ചെയ്തപ്പോൾ പരിഗണിച്ചിട്ടുള്ള ILOയുടെ കൺവെൻഷൻസും റെക്കമെൻഡേഷൻസും
കോഡ് ഓഫ് പ്രാക്ടീസും ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അത് നിബോഷിന്റെ ഗൈഡിൽ പ്രത്യേകം പറയുന്നതാണ്. അല്ലെങ്കിൽ ഞാനതൊരു വേറൊരു വേർഡ്സിൽ പറഞ്ഞാൽ, നിങ്ങൾ കൺട്രിയിലോ എഴുതി എന്നത് കണ്ട് നിങ്ങൾക്ക് പ്രത്യേക മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം ഇത് മാർക്കിനല്ല. മാർക്ക് എന്ന് പറഞ്ഞ കാര്യം ഈ IGT ഇവാലുവേഷൻ ഇല്ല. ഈ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺട്രിയിലോ എഴുതി വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇനി എഴുതണം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, വാലിഡ് പോയിന്റ് ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് കൺട്രിയിലോ എഴുതാം, കുഴപ്പമില്ല. ബട്ട് അവിടെ എന്ത് നിങ്ങൾ എഴുതണം? ILOയുടെ കൺവെൻഷൻസും റെക്കമെൻഡേഷനും എഴുതണം. എഴുതുന്ന രീതി ഇങ്ങനെയാണ്: ഒരു എംപ്ലോയർക്ക് ലീഗൽ ഡ്യൂട്ടി ഉണ്ട് ആസ് പെർ കൺവെൻഷൻ 155. ഞാൻ പറഞ്ഞ ഈ വർക്ക് പ്ലേസിൽ ഈ ഫർദർ കൺട്രോൾസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അങ്ങനെ ആ ലീഗൽ ഡ്യൂട്ടി കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ കോൺസിക്വൻസസുകൾ ഉണ്ടാകും. ഫോർമൽ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടാകും. ഫോർമൽ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രൊഹിബിഷൻ നോട്ടീസോ ഇംപ്രൂവ്മെന്റ് നോട്ടീസോ സെർവ് ചെയ്തേക്കാം എൻഫോഴ്സ്മെന്റ് അതോറിറ്റി. ദെൻ നമ്മുടെ വർക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് സ്റ്റോപ്പ് ആക്കേണ്ടി വരും. അങ്ങനെ ബിസിനസ് ഡിസ്ട്രപ്റ്റ് ആകാം. അങ്ങനെ ഭയങ്കര ഒരു ലോസ് നമുക്ക് ഉണ്ടാകാം. പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് നമുക്കെതിരെ, കമ്പനിക്കെതിരെ ഫൈൻ വരാം. അതുപോലെ തന്നെ കമ്പനിയുടെ കീ പേഴ്സണൽസിനെ ഇംപ്രിസൺമെന്റ്, ജയിലിൽ അടക്കുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലത്തെ ലീഗൽ കോൺസിക്വൻസസുകൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫർദർ കൺട്രോൾസുകൾക്ക് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതാണ് ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് നടത്തേണ്ടത്. ദെൻ ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ് നടത്തേണ്ടത്, ഞാൻ ഈ ഫർദർ കൺട്രോൾസുകളൊക്കെ പറഞ്ഞിരുന്നു, ഏകദേശം 100 ഫർദർ കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആക്സിഡന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകും, ഇൽ ഹെൽത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഡയറക്റ്റ് കോസ്റ്റുകളും ഇൻഡയറക്റ്റ് കോസ്റ്റുകളുമായിട്ട് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കോസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് എഴുതണം. പല കാൻഡിഡേറ്റ്സും എഴുതാൻ മടിക്കുന്ന അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മുടെ കമ്പനി ഏതാണോ, നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡയറക്റ്റ് കോസ്റ്റുകളുടെ എക്സാമ്പിൾ. എന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം: ഒരു വർക്കർ ഹൈറ്റിൽ നിന്ന് വീഴുന്നു, ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിനുള്ള കോസ്റ്റ് ഉണ്ടാകും. അയാൾ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനുള്ള കോസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ അയാൾക്ക് നിശ്ചിത സമയം ജോലിക്ക് വരാൻ സാധിക്കാതിരുന്നാൽ അയാൾക്ക് സിക്ക് പേ കൊടുക്കേണ്ടി വരും. അയാൾ ചിലപ്പോൾ കോമ്പൻസേഷന് വേണ്ടിയിട്ട് പോകാം. അങ്ങനെ നമുക്ക് സിവിൽ കോർട്ടിൽ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വരുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ലീഗൽ കോൺസിക്വൻസുകൾ ഉണ്ടാകും. ദെൻ ഫൈൻ അടക്കേണ്ടി വരും. അങ്ങനെ ലീഗൽ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ ഉണ്ടാകും. സൊളിസിറ്റേഷൻ ഫീ, അങ്ങനത്തെ കോസ്റ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് കോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു വർക്കർ ഹൈറ്റിൽ നിന്ന് വീഴുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോസ്റ്റുകൾ. അപ്പൊ ഞാൻ എൻ്റെ കമ്പനി എന്താണോ ആ കമ്പനിയെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി, അല്ലെ? വെറും ഡയറക്റ്റ് കോസ്റ്റ് ജനറൽ ആക്കി എഴുതാറുണ്ട് ചിലപ്പോൾ. അങ്ങനെ ജനറൽ ആക്കി എഴുതുമ്പോൾ എക്സാമിനർ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു, എക്സാമിനർ നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്, അല്ല നിങ്ങൾ എങ്ങനെ ജയിപ്പിക്കാൻ പറ്റുമെന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ്, ലൈക്ക് സിനാരിയോ കൂടി, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിന്റെ കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. ഇനി അതിന്റെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളോ, ഒരുപാട് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ വിക്ടിമിൻ്റെയും വിറ്റ്നസസിൻ്റെയും മൊറാലിറ്റി നഷ്ടപ്പെടുന്നു, അങ്ങനെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുന്നു. ഒരു ഹൈറ്റ് ഒരാൾ വീണ് നല്ലൊരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വർക്കർ ലോസ്. അതുപോലെ ആ കോമ്പിറ്റൻ്റ് ആയ വർക്കർക്ക് വേണ്ടി നമ്മൾ പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസ്, പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും, അവർക്ക് പുതിയ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള ടൈം ലോസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് നിങ്ങൾ ഒരു കൺക്ലൂഷന് പെടുത്താം, ഇതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും അധികവും ഇൻഷുറബിൾ ആണ് എന്ന്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ്സ് ആർ അൺഇൻഷുറബിൾ കോസ്റ്റ്സ്. സോ വി ക്യാൻ പ്രിവെന്റ് ദീസ് കോസ്റ്റ്സ് ബൈ ഇംപ്ലിമെന്റിങ് ദി അബോവ് കൺട്രോൾ മെഷേഴ്സ്, ദി അബോവ് ഫർദർ കൺട്രോൾസ്. അതൊക്കെ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ കോസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ കോസ്റ്റുകളൊക്കെ എന്തായി മാറും? കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് മാറും. സി, ഇങ്ങനെയാണ് ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ്സ് നടത്തേണ്ടത്. ഓക്കെ,
ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത, എല്ലാ കൺട്രോൾസുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോറൽ ആർഗ്യുമെന്റ് നടത്തുന്നത്, എല്ലാ കൺട്രോൾസുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് നടത്തുന്നത്, അതുപോലെ തന്നെ എല്ലാ ഫർദർ കൺട്രോൾസുകൾക്കും വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റും നടത്തുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പോകാം. ചില സമയത്ത് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കറണ്ട് കൺട്രോൾസുകൾ ഒന്നും വർക്ക് പ്ലേസിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് കറണ്ട് കൺട്രോൾസ് ഉണ്ടാകും, ചില കറണ്ട് കൺട്രോൾസ്. അപ്പോൾ ഫർദർ കൺട്രോൾസ് ഒരുപാട് വേണ്ടി വരും. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ എല്ലാം കറണ്ട് കൺട്രോൾ ഉണ്ടായിരിക്കും, ഒരു ഫർദർ കൺട്രോളും വേണ്ടി വരില്ല, എല്ലാം വർക്ക് പ്ലേസിൽ ചെയ്യുന്നുണ്ടായിരിക്കും കൺട്രോൾസ്, അപ്പോൾ ഫർദർ കൺട്രോൾസ് ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാം. ഒരു റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയും നിങ്ങൾക്ക് എഴുതാം, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. ബട്ട് ഒരു കണ്ടീഷൻ ആണുള്ളത്, ഫർദർ കൺട്രോൾസും അതുപോലെ തന്നെ കറണ്ട് കൺട്രോൾസും ഇത് രണ്ടും കൂടെ പരിഗണിച്ചാൽ റിസ്ക് ലെവൽ ആക്സെപ്റ്റബിൾ ലെവലിലേക്ക്, റീസണബിളി പ്രാക്ടിക്കബിളി ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്കിലേക്ക് മാറിയിട്ടുണ്ടോ എന്നായിരിക്കും എക്സാമിനർ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ട് ആവശ്യത്തിന് നമ്പർ ഓഫ് കൺട്രോൾസ് ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് നീങ്ങാം. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 പാരഗ്രാഫ് ആക്കി എഴുതാം, അതാണ് വൃത്തി. ഞാൻ പെട്ടെന്ന് വായിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ കണ്ടന്റ് നിങ്ങൾ കോപ്പി അടിക്കരുത്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഈ വീഡിയോ, ഒരുപാട് കാൻഡിഡേറ്റ്സ് കാണുന്നതാണ്, മുമ്പും ഒരുപാട് കാൻഡിഡേറ്റ്സ് കണ്ടതാണ്. അതുകൊണ്ട് ഈ സെന്റൻസുകളൊക്കെ പല കാൻഡിഡേറ്റ്സും ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വർക്ക് നിങ്ങളുടേത് സ്വന്തമായിരിക്കണം, അല്ലെങ്കിൽ പ്ലാജറിസത്തിന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റിസ്കിലാണ് നിങ്ങൾ എന്ത് കോപ്പി അടിക്കുകയാണെങ്കിലും ഉള്ളത്. Empire Builders has a moral duty to ensure the health and safety of its workers in the construction site. Workers in a company rely on the organization for their livelihood. If an accident occurs and a worker gets injured or suffering from ill health to an extent where he is incapable of working, it will negatively affect his dependents such as family and friends. This cannot be rationalized morally. If accident happens as a result of the non-compliance of the company in health and safety measures, the morale of the workers will be deteriorating, and it will also affect the reputation and productivity of the company negatively. Every worker has a right to work in a safe environment. Empire Builders has a moral responsibility to provide a safe and healthy work environment for their employees. Okay, ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മോറൽ ഡ്യൂട്ടി എന്നുള്ളത്. Then financial argument. The financial costs could be divided into two as a direct costs and indirect costs. In this side, there are many chances of accidents such as fall from height, vehicle collision, crane collapse, etc. Direct costs are easily computable. Some examples are workers' compensation, equipment damage, tools damage, plant properties damage, and other medical costs to mitigate health issues due to the accident. Almost all of it are covered under insurance. Indirect costs are the uninsured costs related to an accident, and they are complicated. Indirect costs are always higher compared to direct costs. Some examples of indirect costs are loss of new projects, lost production time, decrease in morale of employees and lower efficiency, loss of company's reputation, etc. By carrying out further control measures as recommended, Empire Builder could prevent accidents, and these financial loss could be converted into financial profit of the organization. ഓക്കെ, ഒരു നല്ല രീതിയിൽ എന്തായിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ലീഗൽ ആർഗ്യുമെന്റ് വായിക്കാൻ വിട്ടുപോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലീഗൽ ആർഗ്യുമെന്റ്. ജനറൽ ലീഗൽ ആർഗ്യുമെന്റ് ആണ് നടത്തുന്നത്.
Maintaining a good standard of health and safety to prevent accidents and occupational illness is also a legal duty of the empire builders in addition to the moral duty. It is the legal responsibility of the company to take all appropriate safety measures to ensure that work environment is safe. The company's health and safety policy formulated in the framework of recommendation of International Labour Organization. Violation of legal guidelines such as Convention 155, Recommendation 164 may lead to accident, and that follows with the investigation from the enforcement agency. The resulting prosecution could lead to fines and enforcement action by the authorities. Subsequent enforcement action can affect the stability of the company negatively, falling to provide. Okay. Anyway, ഇതാണ് moral and legal argument. അതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതണം? മോറൽ, ലീഗൽ, ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ് എഴുതിയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഫർദർ കൺട്രോൾസും വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ജസ്റ്റിഫിക്കേഷൻ ഫോർ ആക്ഷൻ 1. അതായത് നമ്മൾ 3 ആക്ഷൻസ് പ്രിയോറിറ്റൈസ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ജോലി. 3 ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഫർദർ കൺട്രോൾസ് ഏകദേശം 100ഓളം ഫർദർ കൺട്രോൾസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അർജന്റ് ആയിട്ട് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആക്ഷൻ. എങ്ങനെ ഈ മോസ്റ്റ് അർജന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആക്ഷൻ സെലക്ട് ചെയ്യേണ്ടത്? ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. മോസ്റ്റ് അർജന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹസാർഡിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾ ഈ കൺട്രോൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ റിസ്ക് നിങ്ങൾക്ക് കൺസിഡറബിളി കുറക്കാനും പറ്റും. ആ രൂപത്തിലുള്ളൊരു കൺട്രോളാണ്. അതിനെ നമുക്ക് മോസ്റ്റ് അർജന്റ് ആക്ഷൻ എന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഈ മോസ്റ്റ് അർജന്റ് ആക്ഷൻ 3 സെലക്ട് ചെയ്യണം. വെറും 3 സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്യുന്നത് ഈ ഹസാർഡിന്റെ ലിസ്റ്റിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് കൺട്രോൾ കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഏറ്റവും മുകളിലുള്ളത് എടുത്തെഴുതണോ, രണ്ടാമത് എഴുതിയ കുഴപ്പമുണ്ടോ, മൂന്നാമത് എഴുതിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ഒന്നാമത് തന്നെ എഴുതണമെന്നില്ല. ബട്ട് ഒരു ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈറാർക്കിക്കൽ ഓർഡറിൽ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ഫസ്റ്റ് 1, 2, 3ന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ആ ആക്ഷൻ. ഓക്കെ, ഒരു കാര്യം. വേറൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഏറ്റവും അവസാനത്തെ കൺട്രോൾ എഴുതാതിരിക്കുന്നതാണ് ബുദ്ധി. അതായത് PPE കൺട്രോൾ കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞു, ഒരു സ്പെഷ്യൽ PPE, കെമിക്കൽ റെസിസ്റ്റീവ് PPE പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു കമന്റ് പറഞ്ഞു. നിങ്ങൾ അത് മോസ്റ്റ് അർജന്റ് ആക്ഷൻ ആയിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എടുത്തത് കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ PPE മോസ്റ്റ് അർജന്റ് ആക്ഷൻ ആക്കി എടുത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് പാസ്സായിട്ടുണ്ട്. പക്ഷെ ചില എക്സാമിനേഴ്സ് അത് കമന്റ് ചെയ്തിട്ടുണ്ട്, PPE ഒരു മോസ്റ്റ് അർജന്റ് ആക്ഷൻ ആക്കി എടുക്കരുത് എന്നുള്ളത്. വളരെ അപൂർവം എക്സാമിനേഴ്സ്. അപ്പൊ നമുക്ക് ഏറ്റവും ബുദ്ധി സേഫ് ആയിട്ട് എഴുതാൻ നല്ലത് PPE എടുക്കേണ്ട മോസ്റ്റ് അർജന്റ് ആക്ഷൻ. അപ്പോൾ ഒരു വളരെ റെലവെന്റ് ആയിട്ട് ആദ്യത്തെ ഒരു 3 ഫർദർ കൺട്രോളിന്റെ മൂന്നാമത്തെ ഒരു ഭാഗത്തൊക്കെ വരുന്ന ലിസ്റ്റ്, ഒന്നാമത്തെ ഹസാർഡ് തന്നെ ആവണമെന്നില്ല, ഏത് ഹസാർഡ് എന്നായിരിക്കണം. അതൊരു കാര്യം. പിന്നെ ഒരു കാൻഡിഡേറ്റ് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ്, ഞാൻ ഇതേ ഓർഡറിൽ എഴുതണമെന്ന്. അതായത് മോസ്റ്റ് അർജന്റ് ആക്ഷൻ ഇവിടുന്ന് ഒരു മോസ്റ്റ് അർജന്റ് ആക്ഷൻ ഇവിടെ ആദ്യം പ്രിയോറിറ്റി 1 ഉള്ളത് ഈ ഒന്നാമത്തെ ഹസാർഡിന് എഴുതി, പിന്നെ എഴുതിയത് 10ാമത്തെ ഹസാർഡിനാ. 10ാമത്തെ ഹസാർഡിൽ ഒരു മോസ്റ്റ് അർജന്റ് ആക്ഷൻ എഴുതി, ദെൻ വീണ്ടും എഴുതിയത് 5ാമത്തെ ഹസാർഡിനാണ്. അങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരേ ഓർഡറിലായിരിക്കണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരേ ഓർഡറിലാവണമെന്നില്ല. നിങ്ങൾ പ്രിയോറിറ്റി ചെയ്യുമ്പോൾ അത് ഏത് ഓർഡറിലായിരിക്കും. ഒരുപക്ഷെ 13ാമത്തെ ഹസാർഡ് എന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ മോസ്റ്റ് അർജന്റ് ആക്ഷൻ വരുന്നുണ്ടാവുക, പ്രിയോറിറ്റി ഫസ്റ്റ് ചെയ്യുന്നത് വരുന്നുണ്ടാവുക. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. ഓക്കെ, ഇനി ആ മോസ്റ്റ് അർജന്റ് ആക്ഷൻ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ, ഇതൊക്കെ ഞാൻ എക്സാമ്പിളിലൂടെ പറയാം. ഇതാ ഇവിടെ ഒരു മോസ്റ്റ് അർജന്റ് ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ തിരഞ്ഞെടുത്തിട്ടു, ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്ത ആക്ഷൻ, എക്വിപ്പ് ദ സ്കഫോൾഡിംഗ് വിത്ത് ടോപ്പ് ബോർഡ്സ് ആൻഡ് മിഡ് റെയിൽസ് ഫോർ എൻഹാൻസ്ഡ് സേഫ്റ്റി.
അതാണ് ഒരു ആക്ഷൻ. ഓക്കെ, നല്ലൊരു ആക്ഷൻ, നല്ലൊരു കൺട്രോളാണ്. ഹൈറ്റ് വർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, റിസ്കിനെ കൺസിഡറബിളി കുറക്കുന്ന ഒരു കൺട്രോളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നാമത്തെ ആക്ഷനായിട്ട് ഇത് സെലക്ട് ചെയ്തത്. സ്കഫോൾഡിങ്ങിൽ ഇപ്പോൾ ടോ ബോർഡോ മിഡ് റെയിലോ ഇല്ല. അപ്പൊ അത് രണ്ടും ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു കൺട്രോൾ റിസ്ക് അസസ്മെന്റ് ടേബിളിൽ ഉണ്ടായിരിക്കണം. അതായത് റിസ്ക് അസസ്മെന്റ് ടേബിളിൽ ഉള്ള അതുപോലെ വേണം എഴുതാനായിട്ട്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. റിസ്ക് അസസ്മെന്റിൽ ടേബിൾ നിങ്ങൾ എന്താണോ കൊടുത്തത് അതുപോലെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. ചില കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കരുതിയിട്ട് ഒരു ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. ഇവിടെ എന്താണോ എഴുതിയത് എക്സാക്ട് സെയിം സാധനം കോപ്പി പേസ്റ്റ് എടുത്ത് താഴെ എഴുതുക. എക്വിപ്പ് ദ സ്കഫോൾഡിംഗ് വിത്ത് ടോ ബോർഡ്സ് ആൻഡ് മിഡ് റെയിൽസ് ഫോർ എൻഹാൻസ്ഡ് സേഫ്റ്റി. ചില കാൻഡിഡേറ്റ്സ് ഒരു കൺട്രോൾ എഴുതുന്നതിന് പകരം ഈ 2 കൺട്രോൾ എഴുതും. അതും ചെയ്യാൻ പാടില്ല. ഒരൊറ്റ കൺട്രോളാണ് എടുത്തെഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ കൺട്രോൾ തന്നെയാണ് ഇയാൾ എഴുതിയ ഒന്നാമത്തെ കൺട്രോൾ തന്നെയാണ് പ്രിയോറിറ്റി ഒന്നാമതായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അത് എഴുതി. അത് എഴുതിയിട്ട് ഇപ്പോൾ ഞാൻ മുകളിൽ പോയി എനിക്ക് നോക്കി അത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? ഏത് ഭാഗത്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈസി ആയിട്ട്. അത് കഴിഞ്ഞത് ഇതിന്റെ ബ്രാക്കറ്റിൽ ഹസാർഡ് കാറ്റഗറി വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് എഴുതിയത് കൊണ്ടാണ്. അപ്പൊ എക്സാമിനർക്കും നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ ഈ രൂപത്തിൽ ഹസാർഡ് കാറ്റഗറി ഏതാണോ ഹസാർഡ് കാറ്റഗറി എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതണം. അതും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ എക്സാമിനർക്ക് ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ടോ, അവിടെ എന്തിനാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കാൻ മുകളിൽ ടേബിളിലേക്ക് പോകാൻ പറ്റും. ഇത് ആദ്യം സെലക്ട് ചെയ്തു. ഓക്കെ, ഫൈൻ. ദെൻ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെന്റ് എഴുതണം. നേരത്തെ നമ്മൾ ജനറൽ ലീഗൽ ആർഗ്യുമെന്റാ പറഞ്ഞത്. സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്, ഈ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് നിയമങ്ങളിൽ എവിടെയാണ് പറയുന്നത്? നിയമം ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കൺവെൻഷൻ 155 അല്ലെങ്കിൽ കൺവെൻഷൻ, റെക്കമെൻഡേഷൻ, കോഡ് ഓഫ് പ്രാക്ടീസ് ഇവയിൽ നിന്നാണ് എഴുതേണ്ടത്. നിങ്ങൾ കൺട്രി ലോയോ ബാക്കി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെഫർ ചെയ്താൽ ഇതൊക്കെ കാണാൻ പറ്റും. ബട്ട് അതല്ല നമ്മുടെ ആർഗ്യുമെന്റിന് ഉപയോഗിക്കേണ്ടത്. ആർഗ്യുമെന്റിന് കൺവെൻഷൻ, റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കോഡ് ഓഫ് പ്രാക്ടീസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആക്കും. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. കൺസ്ട്രക്ഷന്റെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? കൺവെൻഷൻ 167, റെക്കമെൻഡേഷൻ 175, കോഡ് ഓഫ് പ്രാക്ടീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ, ഈ 3 ഡോക്യുമെന്റിൽ നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വേണ്ട ഒരുവിധം കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ മതി. ഏകദേശ ധാരണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? നിങ്ങൾ ഗൂഗിളിൽ അടിക്കുന്നു കൺവെൻഷൻ 167. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ഒരു ലിസ്റ്റ് ഈ ലീഗൽ ഡോക്യുമെന്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്ന ലീഗൽ ഡോക്യുമെന്റ് എടുക്കുന്നു, ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് ILOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ റിസോഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കീബോർഡിൽ Ctrl+F അടിക്കുന്നു, അല്ലെങ്കിൽ ഫൈൻഡ് ടൂൾസ് എടുക്കുന്നു മൊബൈലിലാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ജസ്റ്റ് സ്കഫോൾഡ് എന്ന് ഫൈൻഡ് ചെയ്താൽ ഈ ഡോക്യുമെന്റിൽ എവിടെയൊക്കെയാണ് സ്കഫോൾഡ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചെന്ന് കാണാൻ പറ്റും. അപ്പൊ ആ സ്കഫോൾഡിന്റെ സേഫ്റ്റി ആ ഭാഗത്ത് പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഭാഗം മാത്രം ഒന്ന് ബ്രൗസ് ചെയ്താൽ, ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ ഈ പറഞ്ഞ കൺട്രോൾസിനെ സാധൂകരിക്കുന്ന, ഇതിനെ ആർഗ്യൂ ചെയ്യുന്ന, ജസ്റ്റിഫൈ ചെയ്യുന്ന ലീഗൽ ത്രെഡാണ്. അപ്പൊ അതെടുത്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് കൺവെൻഷനിൽ ഞാൻ ഈ പറഞ്ഞ കൺട്രോൾ വേണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യുകയും വേണം. ഒരു കാര്യം കൂടി പറയാം, ജസ്റ്റിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ ഈ കൺട്രോൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ കോൺസിക്വൻസസ് ആയിട്ടുള്ള പ്രോസിക്യൂഷനും ഫൈനും അതുപോലെ തന്നെ ഫോർമൽ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ആയിട്ടുള്ള പ്രൊഹിബിഷൻ നോട്ടീസൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കഫോൾഡിങ്ങിൽ ടോപ്പ് ബോർഡ് ആൻഡ് മിഡ് റെയിൽ വെക്കണം.
ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് അതുകൂടെ പറയണം. നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് ദ ലീഗൽ ഡ്യൂട്ടി ഓഫ് ദി എംപ്ലോയർ ടു എക്വിപ്പ് ദ സ്കഫോൾഡ് വിത്ത് ദ ടോപ്പ് ബോർഡ്സ് ആൻഡ് മിഡ് റെയിൽസ് ആസ് പെർ ആർട്ടിക്കിൾ 14 ഓഫ് സ്കഫോൾഡ് ആൻഡ് ലാഡേഴ്സ് ഓഫ് കൺവെൻഷൻ 167. കൺവെൻഷൻ 167 ആർട്ടിക്കിൾ 14 പറയുന്നത് സ്കഫോൾഡ് ആൻഡ് ലാഡേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, കണ്ടോ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് കണ്ടോ. ഇങ്ങനെ വേണം നിങ്ങളുടെ ലീഗൽ ആർഗ്യുമെന്റ് പറയാൻ. ഏതാണ് കൺവെൻഷൻ, എത്രയാണ് ആർട്ടിക്കിൾ നമ്പർ, ആ ആർട്ടിക്കിളിൽ എന്താണ് പറയുന്നത്. ചില ആളുകൾ കൺവെൻഷൻ 167 പറയുന്നുണ്ട് എന്ന് പറയും, അത് സ്പെസിഫിക് ആയിട്ടില്ല. കൺവെൻഷൻ 167 ഉള്ളിൽ എവിടെയാണ് പറയുന്നത്, അത്രക്കും സ്പെസിഫിക് ആയിട്ട് പറയണം. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ കൺട്രോളിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതുമായിരിക്കണം. നോക്കെ എന്താണ് 14 പറയുന്ന കാര്യം. ഇറ്റ് സേസ് ദാറ്റ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻ കൺസ്ട്രക്ഷൻ കൺവെൻഷൻ 1988 നമ്പർ 16 which says where work cannot safely be done on or from the ground or from the part of a building or other permanent structure, and safe and suitable scaffold shall be provided and maintained, or other equally safe and suitable provision shall be made, and all scaffold shall be constructed and used in accordance with national laws and regulations. Okay, അപ്പോൾ ഇത് കൺട്രിയിലോ നിങ്ങൾ അതുപോലെ കോപ്പി അടിച്ചാൽ ചിലപ്പോൾ എക്സാമിനർക്ക് തോന്നാം, അങ്ങനെ അതുപോലെ കോപ്പി അടിക്കരുത്, ഇവനെന്താ പ്ലാജറിസം ചെയ്യുന്നത് എന്ന് കരുതിയേക്കാം. അതുകൊണ്ട് ഇങ്ങനെ ചില കണക്റ്റിംഗ് വേർഡ്സുകൾ ഉപയോഗിക്കുക. ഇറ്റ് സേസ് ദാറ്റ് ആസ് പെർ ദ കൺവെൻഷൻ 155 ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ടേംസിൽ നിങ്ങൾ തന്നെ കൺവേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഒരു പ്ലാജറിസം എന്നുള്ളൊരു എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേടിയെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സേഫ് ആയിട്ടുള്ള സ്കഫോൾഡ് വേണം, സേഫ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള സ്കഫോൾഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഡ്യൂട്ടിയാണ് എംപ്ലോയറുടെ. അത് നിയമം, രാജ്യത്തിന്റെ നിയമം പറയുന്ന പോലെ തന്നെ കൊടുക്കുകയും വേണം. ഓക്കെ, then protecting the workers who are working at height and implementing suitable steps to mitigate these risks belongs to the empire building's legal duties. Infringement of this control measure will be leading to serious enforcement action by the authorities. It is the legal responsibility of the company to carry out all control measures to ensure that work environment is safe. Failure to provide a safe work environment will lead to accidents, and it will attract prosecution from enforcement authority. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കൺക്ലൂഷന് കൂടെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എഴുതാൻ നിങ്ങളെ ഗൈഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഒന്നും പറയുന്നില്ല, ബട്ട് നമ്മളത് എഴുതണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫെയിലാക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തൊരു ഭാഗമാണ് കൺസിഡറേഷൻ ഓഫ് ലൈക്ലിഹുഡ് ആൻഡ് സിവിയാരിറ്റി. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ഹസാർഡ് കാറ്റഗറി, ഇപ്പോൾ ഇവിടുത്തെ ഹസാർഡ് കാറ്റഗറി വർക്ക് അറ്റ് ഹൈറ്റ് ആണ് അല്ലേ. ഈ വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഹസാർഡ് കാറ്റഗറിയുടെ ഹസാർഡ് അല്ലെങ്കിൽ അതിന്റെ റിസ്ക്, ആ റിസ്ക് നിങ്ങൾ ഈ പറഞ്ഞ കൺട്രോൾ വർക്ക് പ്ലേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ഇപ്പൊ നിലവിൽ ആ കൺട്രോൾ ഇല്ലല്ലോ, നിങ്ങളത് ഫർദർ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നിലവിൽ ആ കൺട്രോൾ ഇല്ലാതെ അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനാണ് നിങ്ങൾ ഈ ലൈക്ലിഹുഡ് ആൻഡ് സിവിയാരിറ്റിയിലൂടെ അടയാളപ്പെടുത്തേണ്ടത്. അതായത് ലൈക്ലിഹുഡ്, സിവിയാരിറ്റി, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഒരു ഹസാർഡിന്റെ റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും വളരെ ക്ലിയർ ആക്കി എഴുതണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈക്ലിഹുഡ് കൂടുതലാണോ കുറവാണോ. സാധാരണ രീതിയിൽ നിങ്ങൾ കൂടുതലാണെന്ന് തന്നെ ആവും എഴുതുക. കാര്യം എന്താ, മോസ്റ്റ് അർജന്റ് ആയിട്ട് എടുക്കാനുള്ള ആക്ഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഹസാർഡ് കൂടിയത് കൊണ്ടാണ്, അതിന്റെ ഹസാർഡ് മീൻസ് റിസ്ക് കൂടിയത് കൊണ്ടാണ് ലൈക്ലിഹുഡ്, സിവിയാരിറ്റി രണ്ടും കൂടുതലായത് കൊണ്ടായിരിക്കും നിങ്ങളത് മോസ്റ്റ് അർജന്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ആക്ഷന്റെ ലൈക്ലിഹുഡ് കൂടുതലാണ് എന്ന് പറയണം, അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ വെറുതെ ലൈക്ലിഹുഡ് കൂടുതലാണ്, സിവിയാരിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ മതിയാകില്ല. മുമ്പത് മതിയായിരുന്നു, പക്ഷെ ഇപ്പോ എക്സാമിനേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്.
അപ്പോൾ ഒന്നുകൂടി അത് സിസ്റ്റമാറ്റിക്കലി ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ടതുണ്ട്. അതായത് നമുക്ക് ലൈക്ലിഹുഡിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഹൈറ്റ് വർക്കാണ്, സ്കഫോൾഡിൽ നിന്ന് വർക്ക് ചെയ്യാണ്. സ്കഫോൾഡിൽ നിന്ന് ഹൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കർ താഴേക്ക് വീഴാനുള്ള ചാൻസ് നമ്മുടെ വർക്ക് സൈറ്റിൽ കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ലൈക്ലിഹുഡിനെ നമുക്ക് ലോ, മീഡിയം, ഹൈ, വെരി ഹൈ ഇങ്ങനെ 4 കാറ്റഗറി ആക്കാം സപ്പോസ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈക്ലി, അൺലൈക്ലി, ലൈക്ലി, പ്രോബബിൾ, വെരി പ്രോബബിൾ, സെർട്ടൈൻ അങ്ങനത്തെ കാറ്റഗറി ആക്കാം. എങ്ങനത്തെ കാറ്റഗറി നിങ്ങൾക്ക് ആക്കാം. ലൈക്ലിഹുഡിന്റെ കാറ്റഗറീസ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞു ഹൈ ആണ്. ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു വർക്കർ വീഴാനുള്ള ചാൻസ് ഹൈ ആണ് സ്കഫോൾഡിങ്ങിൽ നിന്ന്. അതിനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞു. നമ്മുടെ വർക്ക് സൈറ്റിൽ ഒരുപാട് സ്കഫോൾഡിങ് ഉപയോഗിക്കുന്നുണ്ട്. വർക്ക് സൈറ്റിൽ ഒരു 5 or 6 സ്കഫോൾഡിങ്ങിൽ അറ്റ് എ ടൈമുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്കഫോൾഡിങ്ങിൽ ഓരോ സ്കഫോൾഡിങ്ങിലും 2, 3, 4 വർക്കേഴ്സ് ഒരേ സമയം വർക്കും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റെഗുലർ ആയിട്ട് സ്കഫോൾഡിങ്ങിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് സ്കഫോൾഡിങ് നമ്മുടെ വർക്ക് സൈറ്റിൽ ഉപയോഗിക്കുന്നു. നിലവിൽ ടോബോർഡ്സ് ഇല്ല, നിലവിൽ മിഡ് റെയിൽസും ഇല്ല. അതുകൊണ്ട് തന്നെ ഫോൾ ഓഫ് മെറ്റീരിയൽ, ഫോൾ ഓഫ് ടൂൾസ് അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ഒരുപാട് ടൂൾസ് നമ്മുടെ വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ വെക്കുന്ന, ഹാമർ വെക്കുന്നുണ്ട്, ചിസൽ വെക്കുന്നുണ്ട്, ബാക്കിയുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളും വെക്കുന്നുണ്ട്. പിന്നെ ചില മെറ്റീരിയൽസ് നമ്മൾ ബ്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബ്രിക്ക് മേസൺറിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലൈക്ക് എന്താണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്കഫോൾഡ് ഇറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രിക്ക് വീഴാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ അവിടെ ലൈക്ലിഹുഡ് കൂടുതലാണ് എന്ന് പറഞ്ഞതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു. ഞാൻ ലൈക്ലിഹുഡ് ഹൈ ആണ് എന്നും പറഞ്ഞു. ഓക്കെ, ഇതാണ് ലൈക്ലിഹുഡിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി സിവിയാരിറ്റിയോ? സിവിയാരിറ്റിയോ ഞാൻ ഇതുപോലെ കാറ്റഗറി ചെയ്യും. ആദ്യം ഞാൻ പറഞ്ഞു സിവിയാരിറ്റി മിനിമൽ, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ ഇങ്ങനെ കാറ്റഗറി ആക്കി. അല്ലെങ്കിൽ വേറെ കാറ്റഗറി ആക്കി ഞാൻ നോ ഇഞ്ചുറി, ഫസ്റ്റ് എയ്ഡ് ഇഞ്ചുറി, ലോസ്റ്റ് ടൈം ഇഞ്ചുറി, ഫെറ്റാലിറ്റി ഇങ്ങനെ കാറ്റഗറി ആക്കി. നിങ്ങൾക്ക് എങ്ങനെയും കാറ്റഗറി ആക്കാം, അത് നിങ്ങളെ ഇഷ്ടം. എന്നിട്ട് ഞാനിതിൽ പറഞ്ഞു ഫെറ്റാലിറ്റി ആണ് ഇതിൽ. കാര്യം ഒരു വലിയ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഒരു ടൂള് ഒരു വർക്കറുടെ തലയിലേക്ക് വീണാൽ സ്വാഭാവികമായിട്ടും ആള് മരിച്ചു പോകും, അല്ലേ? അപ്പോൾ ഞാൻ അത് ജസ്റ്റിഫൈ ചെയ്യും. ഈ ഒരുപാട് ചാൻസസുകൾ ഉള്ളതുപോലെ തന്നെ റിസ്ക് സിവിയാരിറ്റിയും കൂടുതലാണ്. മെറ്റീരിയൽസ് ഇപ്പോൾ സ്കഫോൾഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 10 story സ്കഫോൾഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള വല്ല ഹാമർ ഷാർപ്പല്ലല്ലോ, ചിസൽ, നൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ലൈക്ക് ഹാമർ, എന്തെങ്കിലും ടൂൾസ്, ഡ്രില്ലിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ ഇതൊക്കെ താഴേക്ക് വീണാൽ ഇത്ര വലിയ സിവിയാരിറ്റി ഉണ്ടാക്കാം, ഹെഡ് ഇഞ്ചുറി ഉണ്ടാക്കാം, ഡെത്ത് വരെ സംഭവിക്കാം. അതിനെ ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റിഫൈ ചെയ്തു. ഇങ്ങനെ വേണം നിങ്ങൾ രണ്ടും എഴുതാനായിട്ട്. ഒരു വട്ടം കൂടെ പറയാൻ ഞാൻ ആദ്യം നിങ്ങൾ ലൈക്ലിഹുഡിൻ്റെ എന്ത് എഴുതണം? കാറ്റഗറി എഴുതണം. വേണമെങ്കിൽ ഇതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ദെൻ സിവിയാരിറ്റി, എന്നിട്ട് ലൈക്ലിഹുഡ് കൂടുതലാണോ കുറവാണോ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. സിവിയാരിറ്റിയുടെ കാറ്റഗറി എഴുതണം, അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കൊടുക്കണം. അങ്ങനെ എഴുതുമ്പോഴാണ് നിങ്ങൾ ഇവിടെ പാസ്സാകാൻ പോകുന്നത്. നോക്കാം. കാറ്റഗറൈസേഷൻ ഓഫ് ലൈക്ലിഹുഡ് ഈസ് ലോ, മീഡിയം, ഹൈ ആൻഡ് വെരി ഹൈ. 4 പറഞ്ഞത്. ലോ ഉണ്ടാകാം, മീഡിയം ഉണ്ടാകാം, ഹൈ ഉണ്ടാകും, വെരി ഹൈ ആവാം. Here in our work site, we are using more than 6 to 7 scaffoldings and about 20% of the whole workforce is working on the scaffolding. നോക്കി, എന്ത് ക്ലിയർ കട്ട് ഐഡിയ ആണ് തന്നത്. ഒരു എക്സാമിനോട് വായിക്കുമ്പോൾ തന്നെ വാവ്,
ഒരു എത്രത്തോളം സ്കഫോൾഡിങ്ങിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ കൊടുക്കാനായിട്ട് കഴിഞ്ഞു ഈ കാൻഡിഡേറ്റ്. Activities like painting, plastering, etc. could not be avoided. If the scaffold is not equipped with toe board and mid rails, the chance of material and worker falling from the height will be high. The likelihood of the risk is high. കണ്ടോ, ലൈക്ലിഹുഡ് എന്നുള്ളതും ഹൈ എന്നുള്ളതും ബോൾഡ് ആക്കി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എക്സാമിനർക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഓ ശരിയാണ്, ഇയാള് ക്ലിയർ ആയിട്ട് ലൈക്ലിഹുഡിന്റെ കാറ്റഗറി എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈക്ലിഹുഡിന്റെ പാർട്ട് ഇവിടെ ഇയാൾ ഷോർട്ടായിട്ടാണ് എഴുതിയത്, എന്നാലും മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് സിവിയാരിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 categories: ലോ, മീഡിയം, ഹൈ, വെരി ഹൈ. വെരി ഹൈ എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ്, ഹൈ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി റിക്വയറിംഗ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, മീഡിയം എന്ന് പറഞ്ഞാൽ സ്മോൾ ഇഞ്ചുറി റിക്വയറിംഗ് ഫസ്റ്റ് എയ്ഡ് ആണ്, ലോ എന്ന് പറഞ്ഞാൽ നോ ഇഞ്ചുറി. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് നമ്മുടെ ഹൈറ്റിൽ നിന്ന് മെറ്റീരിയൽ വീണാൽ ഉണ്ടാവുന്നത്? The falling worker from height may hit another employee or objects on the floor. The mean height of the scaffold is above 7 meters in our construction site. If the height of the scaffold increases, the severity of the injury also increases. The fall from height may cause broken bones, fractured skulls, or even death. So the severity is very high in this case here. അതുകൊണ്ട് വെരി ഹൈ ആണ് ഇവിടെ പരിഗണിച്ചത്. അതും സിവിയാരിറ്റി ബോൾഡാക്കി, വെരി ഹൈ എന്നുള്ളതും ബോൾഡാക്കി. സോ ലൈക്ലിഹുഡ് ആൻഡ് സിവിയാരിറ്റി നമ്മൾ ഈ ഹസാർഡിന്റെ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത്, ഇത്രയും ലൈക്ലിഹുഡ് കൂടുതലാണ്, സിവിയാരിറ്റി കൂടുതലാണ്, സ്വാഭാവികമായിട്ടും അതിന്റെ റിസ്ക് കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കൺട്രോൾ, അതായത് സ്കഫോൾഡിന്റെ ഗാർഡ് റെയിൽ സിസ്റ്റം സ്ട്രോങ് ആക്കുക, മിഡ് റെയിൽ ഫിക്സ് ചെയ്യുക, ടോപ്പ് ബോർഡ് ഫിക്സ് ചെയ്യുക എന്നത് കാരണം എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? അതാണ് അടുത്ത ഭാഗം. ഹൗ ഇഫക്റ്റീവ് ദി ആക്ഷൻ ഈസ് ലൈക്ലി ടു ബി ഇൻ കൺട്രോളിംഗ് ദ റിസ്ക്. This should include the intended impact of the action, justification for the time scale that you indicated in your risk assessment, and whether you think the action will fully control the risk. ഈ 3 കാര്യങ്ങൾ പറയണം, അതായത് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഭാഗത്ത് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഓരോ പാരഗ്രാഫിൽ എന്താണ് വേണ്ടത് ഞാൻ പറയാം. ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ഈ പറഞ്ഞ കൺട്രോൾ വർക്ക് പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ റിസ്കിനെ എങ്ങനെയാണ് ഇത് കുറക്കാൻ പോകുന്നത്, ഒരു ക്ലിയർ കട്ട് പിക്ചർ കൊടുക്കാൻ കഴിയണം. നോക്കാം ഇവിടെ എങ്ങനെയാണ് റിസ്കിനെ കുറക്കുന്നത്. എക്യുപ്പിംഗ് ദ സ്കഫോൾഡ് വിത്ത് മിഡ് റെയിൽസ് ആൻഡ് ടോപ്പ് ബോർഡ് ഈസ് എ ഗുഡ് ആക്ഷൻ ടു റെഡ്യൂസ് ദ വർക്ക് അറ്റ് ഹൈറ്റ് ഹസാർഡ്. ഇത് എഴുതിയത് തെറ്റാണ്. വർക്ക് അറ്റ് ഹൈറ്റ് ഹസാർഡിനല്ല കുറക്കുന്നത്, ഹസാർഡിന്റെ റിസ്കിനെയാണ് കുറക്കുന്നത്. റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ വർക്ക് അറ്റ് ഹൈറ്റ് ഹസാർഡ്, അങ്ങനെ എഴുതണം. Toe boards are used to avoid workers and material from falling. Extra safety of the workers is arranged through the installation of mid rails in the scaffold. Safety guard rail stops accidental fall of the workers from the scaffold platform. ഒന്നുകൂടി വേണമെങ്കിൽ ക്ലിയർ ആക്കി പറയാൻ പറ്റും. So the likelihood of the hazard is reduced significantly. നമ്മൾ റിമാർക്കബിളി ലൈക്ലിഹുഡിനെയാണ് കുറച്ചത്, അല്ലേ? വൺസ് വീണാൽ സിവിയാരിറ്റി അതുപോലെ തന്നെയുണ്ട്, പക്ഷെ വീഴാനുള്ള ചാൻസ് നമ്മളിങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കൺട്രോൾ വെച്ചിട്ട് എന്ത് ചെയ്തു, റിമാർക്കബിളി കുറച്ചു. ആ ഒരു പിക്ചർ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്നാലും ഇവിടെ ഒരു കൺവിൻസിങ് ആയിരുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫൈൻ. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത്, നിങ്ങൾ ഇതിന് ടൈം സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇവിടെ റിസ്ക് അസസ്മെന്റ് ടേബിളിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയും. ഒന്നാമത്തെ ഹസാർഡ് കാറ്റഗറി ആയിരുന്നു അത്. സോ നമ്മൾ മുകളിലേക്ക് പോയി ഒന്നാമത്തെ ഹസാർഡ് കാറ്റഗറി നോക്കി. സ്കഫോൾഡിൽ ടോപ്പ് ബോർഡും മിഡ് റെയിലും ഫിക്സ് ചെയ്യണം. ടോപ്പ് ബോർഡും മിഡ് റെയിലും എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ IG2 വരുന്ന എലമെന്റിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്കഫോൾഡിന്റെ ചിത്രമൊക്കെ ഞാനപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 month ടൈം സ്കെയിൽ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. സൈറ്റ് സൂപ്പർവൈസർ ആണ് റെസ്പോൺസിബിൾ. ഓക്കെ, അപ്പൊ ഈ 2 കാര്യം, 1 month ടൈം സ്കെയിൽ, സൈറ്റ് സൂപ്പർവൈസർ. അപ്പൊ നിങ്ങൾ കൊടുത്ത ടൈം സ്കെയിലിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്തിനാ 1 month ടൈം സ്കെയിൽ കൊടുത്തത്? നിങ്ങൾ കൊടുത്ത ടൈം സ്കെയിൽ റിയലിസ്റ്റിക് ആണോ? അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫ് ആ ബോക്സിൽ. നോക്കാം ഇയാൾ കൊടുത്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ.
I have allowed a time scale of 1 month to implement this task. To find an industrial standard product and equipping the scaffold with that top board and mid rails. I think it is enough time for implementing all these steps successfully. Because or by installing mid rails and top boards, the safety of the workers is increased and risk associated with it will decrease. So നിങ്ങൾ നോക്ക്, ഒരു നല്ല സ്കഫോൾഡ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യുന്ന ഒരു ടോപ്പ് ബോർഡും മിഡ് റെയിലും കണ്ടെത്തണം, അത് ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് ഏകദേശം 1 month ടൈം സ്കെയിൽ വേണം. ഓക്കെ, അയാൾ പറഞ്ഞത് കറക്റ്റായി. എന്നിട്ട് ഈ ഒരു ടേമും കൂടി പറയാം. ഐ തിങ്ക് ഇറ്റ് ഈസ് എനഫ് ടൈം ഫോർ ഇംപ്ലിമെന്റിങ് ഓൾ ദീസ് സ്റ്റെപ്സ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എനഫ് ടൈം ടു ഇംപ്ലിമെന്റ് ദ ഫർദർ കൺട്രോൾ ഐ സജസ്റ്റഡ് എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ടൈം സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ടൈം സ്കെയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷനുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ടും ഒരു പാരാഗ്രാഫ്, സെപ്പറേറ്റ് പാരാഗ്രാഫ് ആയിട്ട് കൊടുക്കണം. Then last paragraph, after equipping the scaffold with top board and mid rails, the likelihood of the workers falling from height will decrease. അതായത് നിങ്ങൾക്ക് ഈ ഈ റിസ്കിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വെദർ യു തിങ്ക് ദ ആക്ഷൻ വിൽ ഫുള്ളി കൺട്രോൾ ദ റിസ്ക്. കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പറയണം, പറ്റും അല്ലെങ്കിൽ പറ്റില്ല. ദിസ് ആക്ഷൻ വിൽ നോട്ട് കൺട്രോൾ ഫുള്ളി ദ റിസ്ക് എന്നുള്ളത് ക്ലിയർ കട്ടിൽ പറയണം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് അത് കംപ്ലീറ്റ്ലി കൺട്രോൾ ആകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കൺട്രോൾസ് അധികം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടെ പറയണം. അപ്പോഴത് നിങ്ങളുടെ ഈ ഭാഗം കംപ്ലീറ്റ് ആവും. ഇവിടെ നോക്കാം, ആഫ്റ്റർ equipping the scaffold with top boards and mid rails, the likelihood of the workers falling from height will decrease. This control measure alone will not be able to control the risk fully. കേട്ടോ, ഈ ഒരു ടേം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യില്ല എന്ന് ആദ്യം പറയണം. അപ്പോഴാണ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. മാത്രം പറഞ്ഞാൽ പറ്റില്ല. ഇനി എപ്പോഴാണ് ഇത് റീസണബിളി പ്രാക്ടിക്കബിൾ കുറച്ചു എന്ന് നമ്മൾ പറയുന്നത്, അതിന് ഫർദർ അതർ കൺട്രോൾസ് കൂടെ പറയണം. ഞാൻ വേറെയും ഒരുപാട് കൺട്രോൾസ് റിസ്ക് അസസ്മെന്റ് ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഇതിന്റെ കൂടെ ചെയ്യണം. ബട്ട് ഇഫ് ഓൾ അതർ മെഷേഴ്സ് like arrangements for regular inspection, barricading the surrounding are implemented and workers treat workers trained എന്നായിരിക്കണം. Carefully this risk could be controlled fully. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് റിസ്ക് അസസ്മെന്റിന്റെ ഈ ഒന്നാമത്തെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനുള്ളത്. ഞാൻ ഒരു തവണ കൂടെ പറയാം. ആദ്യം നിങ്ങൾ ഒന്നാമത്തെ റിസ്ക് അസസ്മെന്റ് ടേബിളിൽ മോസ്റ്റ് അർജന്റ് ആയിട്ട് എടുക്കാനുള്ള ആക്ഷൻ ആദ്യം എടുത്തെഴുതുക. ദെൻ അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഹസാർഡ് കാറ്റഗറി ഏതാണെന്നുള്ളത് ഇതുപോലെ എഴുതുക. ദെൻ അതിനുള്ള ലീഗൽ ആർഗ്യുമെന്റ് എഴുതുക. ലീഗൽ ആർഗ്യുമെന്റ് എഴുതേണ്ടത് ഞാൻ ഒരു ലിസ്റ്റ് അയച്ച് ഇന്നലെ കാണിച്ചു തന്നിരുന്നു. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ലീഗൽ ആർഗ്യുമെന്റ്. നിങ്ങൾ ഏത് കൺട്രോൾ എടുക്കുകയാണെങ്കിലും, ഏത് വർക്ക് സൈറ്റിലെ ഏത് കൺട്രോൾ എടുക്കുകയാണെങ്കിലും മിക്കവാറും ഞാൻ അയച്ചു തന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങളത് ഫൈൻഡ് ചെയ്യുക. ദെൻ ആ എക്സാക്ട് ആർട്ടിക്കിൾ നമ്പർ എത്രയാണ്, എന്താണ് എക്സാക്ട് പറയുന്നത് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ടൊക്കെ ടോപ്പ് ബോർഡ് തന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ള കോഡ് ഓഫ് പ്രാക്ടീസിൽ പറയുന്നുണ്ട്. ബട്ട് ഈ കാൻഡിഡേറ്റ് അത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. കൺവെൻഷൻ മാത്രം എഴുതിയാൽ മതിയോ? മറ്റേ റെക്കമെൻഡേഷന്റെ അതും വേണ്ടി വരുമോ? ഒന്ന് മാത്രം എഴുതുന്നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കൺവെൻഷനും എഴുതുക, കോഡ് ഓഫ് പ്രാക്ടീസും എഴുതുക, അല്ലെങ്കിൽ എക്സാക്ട് ഏതിലാണുള്ളത് ഒരു രണ്ടെണ്ണെങ്കിലും മിനിമം എഴുതാം. ഇപ്പൊ ഇയാള് ഒന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലെ, ഒന്ന് മാത്രം. ഇത് കറക്റ്റ് അതിന് സൂട്ടബിൾ ആണ്. ചിലപ്പോൾ ചിലത് നിങ്ങൾക്ക് ഒരു സൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാം. അപ്പോ പ്രാക്ടീസിന്റെ ഇത് എങ്ങനെ കിട്ടുക? അത് റെക്കമെൻഡേഷന്റെ ഇതും രണ്ടും ILOയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. കോഡ് ഓഫ് പ്രാക്ടീസും
ILOയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ILOയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ പബ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ പോയാൽ കോഡ് ഓഫ് പ്രാക്ടീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കോഡ് ഓഫ് പ്രാക്ടീസുകൾ, ഒരുപാട് കോഡ് ഓഫ് പ്രാക്ടീസുകൾ ILO പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സാറ് മെയിൽ ചെയ്തത് ഇത് മാത്രല്ലേ, കൺവെൻഷനും റെക്കമെൻഡേഷനും? അതെ, ഞാൻ മെയിൽ ചെയ്തിട്ടില്ല ഒന്നും. മെയിൽ ചെയ്തത് ISOയുടെ സ്റ്റാൻഡേർഡ് മെയിൽ ചെയ്തിട്ടുണ്ട്, അതാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ലിസ്റ്റ് കാണിച്ചു തന്നിരുന്നു. ഞാനൊരു കൂടി കാണിച്ചു. ഈ ലിസ്റ്റ് legal documents can be used in your IG1, IG2 part 1 and part 3. ഓക്കെ ഇതിലുള്ളത്. ഇതിലുള്ളത്. പക്ഷെ ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് എഴുതണം? ഇപ്പൊ നിങ്ങൾ മാക്സിമം വെയിറ്റ് കൺവെൻഷനില് ആർട്ടിക്കിൾ എത്രാമത്തതിലാണ് ഈ നിങ്ങൾ പറയാൻ പോ, നിങ്ങളൊരു വർക്ക് പ്ലേസിൽ ഫോർക്ലിഫ്റ്റ് ട്രക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ എഴുതി. അപ്പോൾ ഈ ഫോർക്ലിഫ്റ്റ് ട്രക്ക് കൊടുക്കണം എന്നുള്ളത് കൺവെൻഷൻ 127 പറയുന്നുണ്ടാവും, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പറയുന്നുണ്ടാവും. ഒരു പക്ഷേ കൺവെൻഷൻ 127 പറയുന്നുണ്ടാവും നിങ്ങൾ മാക്സിമം മെക്കാനിക്കൽ ഡിവൈസസുകൾ യൂസ് ചെയ്തിട്ട് വർക്കേഴ്സിനെ ഫിസിക്കലി എടുക്കാനുള്ള ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ റിക്വയർമെന്റ്സിനെ കുറക്കണം എന്ന് പറയുന്നുണ്ടാവും. അതിനർത്ഥം എന്താ? മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ടുള്ള ഫോർക്ലിഫ്റ്റ് കൊടുക്കണം എന്നുള്ള. അപ്പൊ അത് ഈ കൺവെൻഷൻ 127 ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ. അങ്ങനെ നിങ്ങൾ ലീഗൽ ആർഗ്യുമെന്റ് എഴുതി. ലൈക്ലിഹുഡ് ആൻഡ് സിവിയാരിറ്റി ഞാൻ ഒന്നുകൂടെ പറയാം. ലൈക്ലിഹുഡിക്ക് കാറ്റഗറി എഴുതണം. ദെൻ ഏതാണോ ലൈക്ലിഹുഡ് ആ കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. സിവിയാരിറ്റിക്ക് കാറ്റഗറി എഴുതണം. സിവിയാരിറ്റിയുടെ കാറ്റഗറി ഏതാണോ എന്ന് ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം. ദെൻ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതുന്നു. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ ടൈം സ്കെയിൽ, അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ. മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് നിങ്ങൾ ഈ ആക്ഷൻ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുമോ ഇല്ലേ, ചെയ്യില്ല എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ വേറെ എന്തൊക്കെ ഫർദർ കൺട്രോൾസ് കൂടെ വേണം എന്നുള്ളത് എഴുതാം. ഇപ്പൊ ഇത് നിങ്ങൾ റിസ്ക് അസസ്മെന്റ് ടേബിളിൽ കൊടുത്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ്, അത് എഴുതാം. ഓക്കെ. പിന്നെ ഹസാർഡ്സിൽ ഈ വുഡ് സ്കഫോൾഡിങ്, ഈ വുഡ് പ്ലാങ്ക് വെച്ചിട്ട് സ്കഫോൾഡ് ചെയ്തിട്ടുള്ള അതൊക്കെ എഴുതാൻ പറ്റുമോ? ഈ മേസൺറിക്ക് വേണ്ടിയിട്ട് പറ്റും. വർക്ക് അറ്റ് ഹൈറ്റ്, അതെ, വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഹസാർഡ് കാറ്റഗറിയാണ്. മിക്കവാറും നോൺ കൺഫോംഡ് ആയിട്ടുള്ള സ്കഫോൾഡ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഹസാർഡ്. അതായത് സ്റ്റാൻഡേർഡ് പറയുന്ന രൂപത്തിലുള്ള സ്കഫോൾഡ് അല്ല ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് അവിടെ ഹസാർഡിനെ അഡ്രസ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇങ്ങനെ രണ്ടാമത്തെ ആക്ഷനും ഇതുപോലെ എടുത്തെഴുതുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആക്ഷന്റെയും ലീഗൽ ആർഗ്യുമെന്റ്, സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെന്റും ലൈക്ലിഹുഡ് സിവിയാരിറ്റിയും എങ്ങനെയാണ് അത് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും ടൈം സ്കെയിലിന്റെ ജസ്റ്റിഫിക്കേഷനും അത് ഫുള്ളി കൺട്രോൾ ചെയ്യുമോ ഇല്ലേ എന്നുള്ളതും എഴുതണം. മൂന്നാമത്തെ ആക്ഷനും ഇതേപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നു, അതിന്റെ ലീഗൽ ആർഗ്യുമെന്റ്, സ്പെസിഫിക് ലീഗൽ ആർഗ്യുമെന്റ് എഴുതുന്നു, ലൈക്ലിഹുഡ് ആൻഡ് സിവിയാരിറ്റി നേരത്തെ പറഞ്ഞ പോലെ എഴുതുന്നു, എങ്ങനെയാണിത് കൺട്രോൾ എങ്ങനെയാണിത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് എഴുതുന്നു. ദെൻ അതിനുള്ള ടൈം സ്കെയിൽ, അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ, ദെൻ അത് ഫുള്ളി കൺട്രോൾ ചെയ്യുമോ ഇല്ലേ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പാർട്ടിൽ എഴുതാനുള്ളത്. ഇനി നാലാമത്തെ പാർട്ടിലേക്ക് വന്നാൽ നിങ്ങളെ ടെംപ്ലേറ്റിൽ ഇങ്ങനെയായിരിക്കും നാലാമത്തെ പാർട്ട് ഉണ്ടായിരിക്കുക. നാലാമത്തെ പാർട്ടിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. ഒന്ന് പ്ലാൻഡ് റിവ്യൂ ഡേറ്റ് or planned review period with reasoning, how the risk assessment findings will be communicated and who you need to tell, how you will follow up on the risk assessment to check that the actions have been carried out. അതായത് ഒന്ന് നിങ്ങൾ റിവ്യൂ ഡേറ്റ്, ഇപ്പോൾ ഇത് റിസ്ക് അസസ്മെന്റ് ആണ്. റിസ്ക് അസസ്മെന്റിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, അത് റിവ്യൂ ചെയ്യണം. എപ്പോഴൊക്കെ ആവശ്യം വരുന്നോ ആ സമയത്തൊക്കെ ഇത് റിവ്യൂ ചെയ്യണം, അല്ലേ? അപ്പോൾ നിങ്ങൾ
എന്നാണോ റിസ്ക് അസസ്മെന്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഡേറ്റ്, അതായത് 15/11 ഇന്നത്തെ ഡേറ്റ് എടുക്കാം, 15/11/2021. ഇന്നത്തെ ഡേറ്റിൽ നിങ്ങൾ റിസ്ക് അസസ്മെന്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു കമ്പനി ഓരോ വർഷം കൂടുമ്പോഴാണ് റിസ്ക് അസസ്മെന്റ് റിവ്യൂ ചെയ്യൽ. അപ്പം നിങ്ങളെ നെക്സ്റ്റ് റിവ്യൂ ഡേറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് റിവ്യൂ ഡേറ്റ് ഈസ് 15/11/2022. Because in our company, we review all the risk assessment for every year. അപ്പോൾ അതിനുള്ള റീസണിങ് കൊടുത്തു. ഇനി അത് മാത്രമല്ല, നമ്മൾ റിസ്ക് അസസ്മെന്റ് റിവ്യൂ ചെയ്യുന്ന ഇതൊരു പ്ലാൻഡ് റിവ്യൂ ഡേറ്റാ. ഒരു വർഷത്തിന് ശേഷം എന്തായാലും റിവ്യൂ ചെയ്യും. പക്ഷെ ഒരു വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ, അടുത്ത ഈ ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ റിവ്യൂ ചെയ്യാനുള്ള മറ്റു സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു? ചില ചേഞ്ചുകൾ വരുമ്പോൾ അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു പ്ലാന്റിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നു, പുതിയ മെക്കാനിസം, പുതിയ മെഷീനറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ പ്ലാന്റിൽ നമ്മുടെ വർക്ക് മെത്തേഡ് മാറിയിട്ടുണ്ട്, നമ്മുടെ വർക്കിംഗ് മെറ്റീരിയൽസ് പുതിയതെന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റുകൾ ഉണ്ടായി, എന്നിട്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റർ റെക്കമെൻഡ് ചെയ്തു നിങ്ങൾ റിസ്ക് അസസ്മെന്റ് ഒന്ന് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ് മാറി, അപ്പോൾ പുതിയ ലീഗൽ റിക്വയർമെന്റ് നമ്മുടെ വർക്ക് പ്ലേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് അസസ്മെന്റ് റിവ്യൂ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് അതർ ഒക്കേഷൻസ് കൂടെ എഴുതാം. പിന്നെ ഈ റിസ്ക് അസസ്മെന്റ് നിങ്ങൾ നടത്തി ഇങ്ങനെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി, ഈ റിപ്പോർട്ട് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവിടുത്തെ വർക്കേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മാനേജേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഈ റിസ്ക് അസസ്മെന്റ് നടത്തിയ റെസ്പോൺസിബിൾ പേഴ്സണൊക്കെ നിങ്ങൾ അസൈൻ ചെയ്തു, മതിയായില്ല. ഈ റെസ്പോൺസിബിൾ പേഴ്സൺ ഈ പറഞ്ഞ കാര്യം ഞാൻ കൊടുത്ത ഡെഡ് ലൈനിന്റെ ഉള്ളിൽ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് അതിനുള്ള ആക്ഷൻസ്? ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ളത്. നോക്കാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസ്കസ് പാർട്ട് 4. As per Empire Builders Health and Safety Policy and Laws, every risk assessment must be reviewed after 1 year. So I select the next review date to be on എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഡേറ്റ് കൊടുത്തു. റിസ്ക് അസസ്മെന്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്. The risk assessment could be reviewed prior to this date if any of the below listed incidents occur. എന്നിട്ട് ഓരോ കേസുകൾ എപ്പോഴാണ് റിസ്ക് അസസ്മെന്റ് അതർ ഒക്കേഷൻസിൽ മാറ്റേണ്ടത് എന്ന് റിവ്യൂ ചെയ്യേണ്ടത്. ദെൻ ഇനി ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്? I'll be conducting a meeting after the risk assessment completion with all the parties involved in this, such as management, managers, supervisors, contractors, subcontractors. എല്ലാവരും വിളിച്ചിട്ട് മീറ്റിംഗ് വിളിക്കും. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ മെയിൽ ചെയ്യും, ആവശ്യമുള്ളവരൊക്കെ അറിയിക്കും, വർക്കേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള TBTയിലൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് കമ്പനിയുടെ വെബ് പേജിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രാനെറ്റിൽ ഇതിൻ്റെ അബ്സ്ട്രാക്ട്, നമ്മുടെ റിസ്ക് അസസ്മെന്റ് ഫൈൻഡിങ്സിന്റെ അബ്സ്ട്രാക്ട് റിപ്പോർട്ട് പോസ്റ്റ് ചെയ്യും. അത് ആവശ്യമുള്ളവർക്ക് വായിക്കുകയും ചെയ്യാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്? I believe all persons responsible for each risk that would complete the task before the deadline. ഓരോരുത്തരും അവരുടെ അസൈൻഡ് ഡ്യൂട്ടീസ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദിവസം തീരുന്നതിൻ്റെ ഏകദേശം ഡെഡ് ലൈനിൻ്റെ 3 ദിവസം മുമ്പ് തന്നെ ഇവരെ ഓരോരുത്തരെയും പേഴ്സണലി വിളിച്ചിട്ട് ഇവരുടെ പ്രോഗ്രസ് അറിയും. എന്നിട്ട് എന്തെങ്കിലും ഡെഡ് ലൈനിൽ എന്തെങ്കിലും മാറ്റം വേണം, ഡെഡ് ലൈനിൽ മാറ്റമല്ല, ഇവര് ഒരു പ്രോഗ്രസ് ഇല്ല, എന്തെങ്കിലും അഡീഷണൽ റിസോഴ്സസുകൾ ആവശ്യമുണ്ട്, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗിങ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കും. ലൈക്ക് അവർക്ക് ചിലപ്പോൾ ബഡ്ജറ്റിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. അങ്ങനെ എക്സ്ട്രാ ബഡ്ജറ്റ് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിനെ നിങ്ങൾ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ വേണം നിങ്ങളുടെ 4 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഈ 4 പാർട്ടുകളും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ റിസ്ക് അസസ്മെന്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാ പാർട്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാം, എല്ലാ ഭാഗങ്ങളും എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട്. ഓക്കെ, താങ്ക്സ്.